ഗില്ലി വെച്ച് നോക്കുമ്പോൾ ചേട്ടാ അത് പറയാൻ പറ്റില്ല കേട്ടോ. ഞാൻ രണ്ടിടത്ത് നിൽക്കുന്ന ആൾക്കാർ. എല്ലാത്തിനും നല്ല പ്രതീക്ഷയുണ്ട്. എല്ലാം നല്ല വൃത്തി നടന്നാൽ ദൈവഭാഗ്യം. നമ്മൾ പണ്ട് TV കണ്ടതാണ്, ഇപ്പോൾ ബിഗ് സ്ക്രീനിൽ കണ്ടു. അത്ര ദാറ്റ്സ്. അടിപൊളിയായിരുന്നു, വേറെ ലെവലായിരുന്നു. എങ്ങനെയുണ്ടെന്ന് എന്തു പറയാൻ, എല്ലാവർക്കും അറിയുന്നല്ലേ. വീണ്ടും പിന്നെ ഒന്നും പറയാനില്ല, വേറെ ലെവലി. ഒരുപാട് നാൾക്ക് ശേഷം തിയേറ്ററിൽ വന്ന് കണ്ടപ്പോൾ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ ഈ സിനിമ കാണാൻ പറ്റണേ. അതിലൊരു സന്തോഷമുണ്ട്. അത് പിന്നെ അണ്ണൻ്റെ സിനിമയും കൂടെ ആയതുകൊണ്ട് ഒരു വൈബ്. രക്ഷയില്ലെന്ന് വെച്ചാൽ ആ പഴയ തിയേറ്ററിൽ എനിക്ക് എന്ത് പറയണം. ഗില്ലി വെച്ച് നോക്കുമ്പോൾ ചേട്ടാ അത് പറയാൻ പറ്റില്ല കേട്ടോ. ഞാൻ രണ്ടിടത്ത് നിൽക്കുന്ന ആൾക്കാരാണ്, അതൊന്നും പറയാൻ പറ്റില്ല. എങ്ങനെ പറയാം ചേട്ടാ, ഗജനി ഒരു രക്ഷയില്ല. സൂര്യയിലെ നമുക്ക് ഇപ്പം ഇറങ്ങുന്ന സിനിമ വെച്ച് നോക്കുമ്പോൾ ആ ഒരു പടം എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. സൂര്യ തകർത്ത്. എന്ത് പറയണമെന്ന് എനിക്കറിയാം. ബ്രോ പടം കൊള്ളാം ബ്രോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻസിന് അത്രയും വലിയ ഇൻഫെക്ഷനാണ്. പഴയതിനെക്കാട്ടി കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ട്, സൗണ്ട് എഫക്റ്റ് ഉണ്ട്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം, അപ്പോൾ അറിയാം അതിൻ്റെ ഒരു. ഞാൻ ഗില്ലിയുടെ കയറിയില്ല കാരണം സൂര്യ ഫാൻസ് ആയതുകൊണ്ട് കയറാൻ പറ്റിയില്ല. ഓൾമോസ്റ്റ് പഴയ പടങ്ങളെല്ലാം 4K വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. നല്ല പടമാണ്. നല്ല പണ്ടേ നല്ല ഹിറ്റാണല്ലോ. ഇപ്പം കുറച്ചുകൂടെ കൊള്ളാം. നല്ല 4K ഇത് കൊള്ളാം. ഗില്ലിയുടെ ആ ഒരു ക്വാളിറ്റി ഇടയ്ക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഗില്ലി കുറച്ചുകൂടെ വൈബാണ്. ഇതും നല്ല പടമാണ്. ഇതിലും ഡാൻസ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചെറിയതായിട്ട് പഴയ ഇത് തന്നെ വരും. നല്ല രസമായിരുന്നു കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യം നമ്മൾ ഫോണിലൊക്കെ കണ്ടതിന് ശേഷം തിയേറ്ററിൽ കണ്ടപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കൊള്ളാട്ടാ, ശരിക്കും നല്ല പടം. എനിക്ക് തോന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം പഴയ സിനിമ ഇപ്പം ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോൾ നല്ലൊരു ഫീലുണ്ട്, ഒരു സന്തോഷമുണ്ട്. അത് ശരിയായിരുന്നു പറഞ്ഞാൽ ഇപ്പോൾ തിയേറ്ററിൽ വീണ്ടും കണ്ടതിൽ നല്ലൊരു സന്തോഷമുണ്ട്. കൊള്ളാം, അടിപൊളി പടം. ഇത് നമ്മൾ ആക്ച്വലി കാണുന്ന കുറച്ചുകൂടെ ചെറുതായിട്ടുള്ള സമയത്താണ്. അപ്പം ആ സമയത്ത് തിയേറ്ററിലൊന്നും വന്ന് കാണാനുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നില്ല. സോ ഇപ്പോഴാണ് തിയേറ്ററിൽ വന്ന് കണ്ടപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ വാരണായിരം ഉണ്ടായിരുന്നു. ഭയങ്കര നല്ലതായിട്ട്. അതെ, ഭയങ്കര ഓണായിരുന്നു. പാട്ടൊക്കെ നടക്കുമ്പം ഈ ഫാൻസിൻ്റെ ആൾക്കാരൊക്കെ വന്ന് ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു. സൂര്യയുടെ ആക്ടിങ് സ്കിൽസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ലൈക്ക് ഓവറോൾ മൂവി അടിപൊളിയാണ്. അസിനായാലും അവരുടെ കോംബോ ആയാലും ഒക്കെ നല്ലതാണ്. അതെ ഉറപ്പായിട്ടും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. നമുക്കറിയാനുള്ള പടം തന്നെയാണ്. ഞാൻ സൂര്യ ഫാനാണ്. അപ്പം പണ്ട് ഈ പടം നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല, TV-യിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം തിയേറ്ററിൽ വരുമ്പോൾ എന്തായാലും കാണാൻ പറ്റും. വേറെ നേരം കാണാൻ പോകുന്നു. ഇതുപോലെ എപ്പോഴും ഇങ്ങനെ പടങ്ങൾ ഇറക്കിയാൽ നല്ലതായിരുന്നു. നമുക്ക് കാണാനും വരാം, അടിച്ചു പൊളിക്കുകയും ചെയ്യാം. അണ്ണൻ്റെ പടം ഇറങ്ങിയപ്പോൾ ഒരു വർഷം 1.5 വർഷത്തോളമായി. അപ്പോൾ നല്ലൊരു പടം ഇനി അടുത്ത് കങ്കു വരുന്നുണ്ട്. എല്ലാത്തിനും നല്ല പ്രതീക്ഷയുണ്ട്. എല്ലാം നല്ല വൃത്തി നടന്നാൽ ദൈവഭാഗ്യം. വീണ്ടും കണ്ടപ്പോൾ അതേ സെയിം ഫീൽ തന്നെ. നമ്മൾ പണ്ട് TV കണ്ടതാണ്, ഇപ്പോൾ ബിഗ് സ്ക്രീനിൽ കണ്ടു. അത്ര ദാറ്റ്സ്. 4K അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ ആയിരുന്നു, അടിപൊളിയായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് സൂപ്പറായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. എല്ലാവരും അടിപൊളിയായിരുന്നു. ഫാൻസൊക്കെ അടിച്ചു പൊളിച്ച് ഡാൻസും പാട്ടൊക്കെ ആയിട്ട് സൂപ്പറായിരുന്നു. അടിപൊളിയായിരുന്നു, ഒരു സൂപ്പറായിരുന്നു. കാരണം വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ റിലീസ് ചെയ്യല്ലേ. നമ്മളതുപോലെ ഒരു പല ആൾക്കാർക്കും തിയേറ്ററിൽ കാണാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അത് ഇന്ന് കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ല സാധിച്ചു തന്നു. ആ തിയേറ്ററുകാർക്കും ഇത് സിനിമ ഇവിടെ ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും നന്ദിയുണ്ട്.